Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നു നിങ്ങള്? കുറച്ച് ദിവസങ്ങളായില്ലേ? ഇവിടെ വരെയായിരുന്നു നമ്മളപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എവിടെയാ? ഡയാലിസിസ് സെന്റർ അല്ലെ? ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? യെസ്. ഓക്കെ. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. 3 ടൈപ്പ് ഡയാലിസിസ് പഠിച്ചു. ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, തേർഡ് വൺ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി CRRT. പിന്നെ നമ്മൾ ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. ഹീമോഡയാലിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിന്റെയും ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഡയാലിസിസ് സെന്റർ ആണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, സെന്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഡയാലിസിസ് സെന്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കാം. The dialysis area should be provided with air conditioning. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നേ ഡയാലിസിസ് ഏരിയ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? The dialysis area should be provided with air conditioning. പ്രോപ്പറായിട്ട് എയർ കണ്ടീഷനിങ് വേണം. ഓക്കെ. സെക്കൻഡ് വൺ, each machine should be at the center of adequate area to permit easy movement of personnel. Personnel എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര്, സ്റ്റാഫ്, personnel and resuscitation equipments whenever needed. അപ്പൊ നമുക്ക് എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കുന്നേ? ഡയാലിസിസ് മെഷീൻ ഒക്കെ എവിടെ വെക്കണം? ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ആ റൂമില് ഒരു എവിടെ വെക്കണം? സെന്ററിൽ വെക്കണം. ടു പെർമിറ്റ്, എന്തിനു വേണ്ടിയിട്ട് മെഷീൻ സെന്ററിൽ വെക്കണം എന്ന് പറഞ്ഞേ? ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. അതിന് സ്റ്റാഫിന്റെ ഒക്കെ ഈസി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യത്തിനുള്ള മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് സെന്ററിൽ വെക്കുന്നത്. അതെപ്പോഴും മെഷീൻസ് ഒക്കെ നമ്മള് ഇത് വലിയ എന്താ പറയാ, നല്ല വെയിറ്റ് കൂടിയ മെഷീൻസ് ആണ്. എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നടക്കുന്നതിന്റെ അനുസരിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? അത് സെന്ററിൽ വെക്കണം. അപ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ട് അത് സെന്ററിലായിരിക്കണം. ആൻഡ് റിസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ ഉണർവ് വരുത്തുന്ന അല്ലെങ്കിൽ പുനരുത്തേജന എന്നുള്ളതാണ് റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അതിന്റെയൊക്കെ മൂവ്മെന്റ്സിനും വേണ്ടിയിട്ട് ഈ മെഷീൻ എപ്പോഴും സെന്ററിലായിരിക്കണം. അപ്പൊ ആദ്യത്തെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. സെന്ററിൽ വെക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, the layout must have facilities for self-guarding a patient privacy. നോക്കി, ഇതിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം? അടിസ്ഥാന സൗകര്യങ്ങളിൽ അത് നമ്മളെ ഡയാലിസിസ് സെന്ററിന്റെ ലേഔട്ട് എന്ന് പറഞ്ഞ എങ്ങനെ വേണം? അത് സേഫ് ഗാർഡിങ് എ പേഷ്യന്റ് പ്രൈവസി, പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വേണം ഇതിന്റെ ലേഔട്ടില്. പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഫോർത്ത് പോയിന്റ്, ഐസൊലേഷൻ റൂം. എന്താ ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പോ മറ്റുള്ള പേഷ്യൻസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ ഒറ്റപ്പെട്ട് നിർത്തുന്ന ഒരു മുറിയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. Patients separate from other people with they receive medical care. മെഡിക്കൽ കെയർ സ്വീകരിക്കുന്ന സമയത്ത് ആ പേഷ്യന്റിനെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. There should be a distinct area for
dialyzing patient with a condition that need isolation to guarantee safety to patient and staff in the dialysis room. അപ്പോൾ ഡയാലിസിസ് റൂമിലെ പേഷ്യന്റിനും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള ആ ഡയാലിസിസിന് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ ഒരു പ്രത്യേക ഏരിയ വേണം. അതിനെയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തും കൂടി നമ്മൾ അത് ഉൾപ്പെടുത്തണം, ഒരു ഐസൊലേഷൻ റൂമും കൂടി വേണം. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ, ആ മെഡിക്കൽ കെയർ നടത്തുന്ന സമയത്ത് പേഷ്യൻസിനെ മറ്റുള്ള ആളുകളിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഡയാലിസിസ് റൂമിലെ ആ പേഷ്യൻസിന്റെ അതുപോലെ തന്നെ സ്റ്റാഫിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് സെന്റൻസ് നോക്കിയത് എന്തിനാണ്, കണ്ടീഷൻ ദാറ്റ് നീഡ് ഐസൊലേഷൻ ടു ഗ്യാരണ്ടി സേഫ്റ്റി to patient and staff in the dialysis room. ഡയാലിസിസ് റൂമിലെ പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥയിലുള്ള ആ പേഷ്യന്റിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഏരിയ വേണം. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. അപ്പൊ ഈ ഏരിയയിൽ എന്തുണ്ടാവണം, മസ്റ്റ് ഹാവ് ഫ്രീ വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസും ഒക്കെ ഇതിനകത്ത് വേണം. ഈ ഒരു ഐസൊലേഷൻ റൂമിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, this area should have a free water supply and drainage facilities. Last point varna, the dialysis center shall exhibit appropriate signage which shall be in at least 2 language. But dialysis center le endu pradharshipikkanam, appropriate signage, sign board gal venam, which shall be in at least 2 language. 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ അവിടെ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. ഓക്കെ, അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അവിടെ വരുന്ന ആളുകളെയൊക്കെ ഒരു അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള സൈൻ ബോർഡുകൾ, സൈനേജുകൾ അവിടെ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. അതെങ്ങനെയാ, അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും വേണം. എല്ലാവർക്കും എല്ലാ ഭാഷ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയത് വേണം. നമ്മുടെ ഇപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ മലയാളത്തിലാണ്, മലയാളം മസ്റ്റ് ആണ്, മലയാളം വേണം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് കൂടി വേണം. ഇപ്പൊ തമിഴ്നാട്ടില് അങ്ങനെയുള്ള ആ ഒരു സ്റ്റേറ്റ് വെച്ചിട്ടാണ്, തമിഴ്നാട്ടിലാണെങ്കിൽ അവരുടെയൊക്കെ തമിഴാണ്, തമിഴും അതിന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോ ഇതിന് സ്റ്റേറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈൻ ബോർഡുകളും ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. ഓക്കെ, അങ്ങനെ 5 പോയിന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞ്, സഫിഷ്യന്റ് എയർ കണ്ടീഷനിങ് വേണമെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡില് വിഷയം സെന്ററിലായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, പേഴ്സണൽസ് അവിടുത്തെ സ്റ്റാഫുകളുടെ പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ട് സെന്ററിൽ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ആ ലേഔട്ടിൽ എന്ത് വേണം, പേഷ്യന്റിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് വേണം. പിന്നെ ഒരു ഐസൊലേഷൻ റൂം വേണം. പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ ഡയാലിസിസ് റൂമിൽ പേഷ്യന്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐസൊലേഷൻ റൂം വേണം. അവിടെ നമ്മൾ പറഞ്ഞു ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റീസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പോയിന്റില് ഡയാലിസിസ് സെന്ററിൽ സൈനേജ് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയ സൈൻ ബോർഡുകൾ വെക്കണം, പ്രദർശിപ്പിക്കണം. ഓക്കെ, 5 പോയിന്റ്സ് ആണ് ഞാനിത് പറഞ്ഞത്. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ എന്ന് നോക്കിയേ. ക്ലിയർ ആണോ? യെസ്.
ഇനി നെക്സ്റ്റ് വരുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ. ഇനി ഈ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട, സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ. A patient and his or her representative or relative has the following rights with regard to the dialysis center. അവിടെ ഒന്ന് എഴുതി ചേർത്തെ, ഡയാലിസിസ്, LYSIS എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഡയാലിസിസ് എന്ന് എഴുതി ചേർക്കുക, DIA എന്നും കൂടി അവിടെ എഴുതി ചേർക്കുക. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനും അവരുടെ റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഇനി പറയുന്ന അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ് ഓർ റിലേറ്റീവ്സ് has the following rights with the regarding to the dialysis center. ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ ഇനി പറയുന്ന അവകാശങ്ങൾ ഉണ്ട്. എന്തൊക്കെയാ നോക്കിയേ? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞേക്കണ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ കൊടുക്കണം. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്ത് വേണം? നമ്മുടെ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആ രോഗം എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, ആ ഇൽനെസ്സിന് കാരണം എന്താണ്, ഇനി നമ്മൾ അതിന് മുന്നിൽ നിർദ്ദേശിച്ച ഇൻവെസ്റ്റിഗേഷൻ, കെയർ, എക്സ്പെക്റ്റഡ് റിസൾട്ട്, ആ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്നതുകൊണ്ടുള്ള അതിന് പ്രതീക്ഷിക്കുന്ന ആ റിസൾട്ട് എന്താണ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതിയായ ഇൻഫർമേഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെറുതെ പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ അത് ആ പേഷ്യൻസിന് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ അവരുടെ രോഗം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ആ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ആ പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ അതേക്കുറിച്ച് അവർക്ക് എന്താ പറയാ പറഞ്ഞു കൊടുക്കണം. അതേക്കുറിച്ച് അവരെ ഒരു ബോധവൽക്കരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു, റൈറ്റ് ആണ് കേട്ടോ, RIGHT, റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. ഇത് നോക്കിയേ, ഒരു എന്തെങ്കിലും ഒരു ഇതിന് ചെല്ലാണ് നമ്മള്, അപ്പൊ ആ ട്രീറ്റ്മെന്റിന് എത്ര രൂപ, എക്സ്പെക്റ്റഡ് കോസ്റ്റ്, പ്രതീക്ഷിക്കുന്ന ഒരു കോസ്റ്റ് എത്രയാകും എന്നുള്ളത് ആദ്യം തന്നെ അവർ വരുമ്പോ തന്നെ പറയണം. ഓക്കെ, ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ അത് അവരോട് പറയണം. ഒരു സർജറി, അതിനിപ്പോ നമ്മൾ ഇത്ര ഒരു 50,000 രൂപയാകും, ആ സർജറി ചെയ്യണേക്കായി മുന്നേ തന്നെ എന്ത് ചെയ്യണം? പേഷ്യൻസിനോട് റിലേറ്റീവ്സിനോട് പറയണം. എങ്കിലാണ് ആ സമയത്തേക്ക് അവർക്ക് ക്യാഷ് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നമ്മളൊരു ഇത്ര എമൗണ്ട് ആവുമെന്ന് നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പൊ അത് ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് പറയണം. ഇനിയിപ്പോ ഒരു പൈസയും നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, നമ്മള് ലാസ്റ്റ് ഇത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒന്നും പറയില്ല, സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോ അവസാനം ഒരു ബില്ല് 1 ലക്ഷം രൂപ ഒരു ബില്ല് അങ്ങനെ അടിച്ചു കൊടുത്താൽ ചിലപ്പോ അത് അടയ്ക്കാൻ നിർവാഹം ഉണ്ടാവില്ല. ചിലപ്പോ അപ്പൊ അവര് ചോദിക്കും, ഇതിനു മുന്നേ പറയാറുന്നില്ലേ, എത്ര രൂപയായി, ഇത്ര രൂപയാവും എന്നൊക്കെ പറയാറുന്നില്ലേ എന്ന് ചോദിച്ച് അവിടെ പ്രശ്നങ്ങളാവും. അപ്പൊ അതുകൊണ്ട് എന്താ, ഇപ്പൊ നിങ്ങളാണെങ്കിലും അല്ലെ, നമ്മള് വലിയ വലിയ ഇതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവർ പറയുമല്ലോ ഇത്ര എമൗണ്ട് ആകും, ഇത് ഫുള്ള് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇത്ര എമൗണ്ട് ആവും എന്നുള്ളത് ആദ്യം തന്നെ അറിയണം. എങ്കിലാണ് നമുക്ക് അത്രയും രൂപ നമ്മുടെ കയ്യിലുണ്ടാവും, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ഐഡിയ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഓക്കെ,
എന്താ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽസ് ഓർ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് മുന്നേ അവർ പ്രതീക്ഷിക്കുന്ന ബില്ല്, ആ ട്രീറ്റ്മെന്റിന് വരുന്ന ചിലവ് എത്രയാവും എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കണം. തേർഡ് പോയിന്റ് നോക്കിയേ, ടു ഇൻഫോം ദ കോൺസ്റ്റന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴോ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴോ മുൻകൂർ സമ്മതം നേടിക്കണം. അപ്പൊ ഈ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോഴ് സൈൻ ചെയ്ത് വാങ്ങാറില്ലേ? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നെ അവരുടെ റിലേറ്റീവ്സ് ആരാണെന്ന് വെച്ചാൽ അവരുടെ പശ്ചാത്തല അവരുമായിട്ട് നിൽക്കുന്ന ആരാണ് ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിയതിന് ശേഷമാണ് ആ സർജറി ചെയ്യുള്ളൂ അല്ലെ? സർജറി ചെയ്ത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കംപ്ലൈന്റിനാണ് വരുത്തരുത്. നമ്മുടെ സമ്മതം, നമ്മുടെ സർജറി ചെയ്യണമെങ്കിൽ നമ്മുടെ സമ്മതം വേണം. സർജറിക്ക് മുന്നേ തന്നെ ആ മുൻകൂർ സമ്മതം എഴുതി മേടിക്കണം. അതിനുശേഷം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളോട് ആരാണ് സർജറി ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് പിന്നെ അവിടെ പ്രശ്നമാവും. അതുകൊണ്ട് ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ടു ഇൻഫോം ദ കോൺസ്റ്റന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ നമ്മൾ ഒരു മുൻകൂർ സമ്മതം മേടിക്കണം. നെക്സ്റ്റ് 4 നോക്കിയേ, ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് ദ റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ചികിത്സ നൽകുന്ന സമയത്ത് ആ രേഖകള്, അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകള്, ഇൻഫർമേഷൻ അതൊക്കെ സഹിതം തന്നെ ഒരു പേഷ്യന്റിന്റെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അവിടെ വാങ്ങാം. അപ്പൊ നമ്മളിപ്പോ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പേഷ്യന്റിന്റെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അവിടെ നിന്ന് എന്താ ചോദിക്കാവുന്നുള്ളു. പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അവർക്കുടെ ഇഷ്ടത്തിന്, ഇപ്പൊ പേഷ്യന്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ വേറൊരു ഡോക്ടറെ കൂടിയും അല്ലെങ്കിൽ കാണണം, അപ്പൊ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ആ ഒരു നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ആ പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെ വാങ്ങാമെന്നുള്ളത്. Okay, to seek a second opinion from a proper clinician of patient choice with the records and information being provided by treating the hospital. ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാം. ഫിഫ്ത് പോയിന്റ്, ടു കീപ് പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത്, ട്രീറ്റ്മെന്റ് സമയത്ത് ഒരു പ്രൈവസി സൂക്ഷിക്കണം. ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സ് ഒക്കെ കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. പേഷ്യൻസിനോടാണെങ്കിലും അവരുടെ ബന്ധുക്കളോടൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു മര്യാദയോട് കൂടി തന്നെ പെരുമാറുക. അവർക്ക് വേണ്ട പ്രൈവസി ഒക്കെ കൊടുക്കുക. നെക്സ്റ്റ് 6, to non-discrimination about treatment and behavior on the basis of disease like HIV. HIV പോലുള്ള രോഗങ്ങള്, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനോട് ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വേർതിരിവോ അല്ലെങ്കിൽ വിവേചനവും ഒന്നും കാണിക്കാൻ പാടില്ല. ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ടു നോൺ ഡിസ്ക്രിമിനേഷൻ എബൌട്ട് ദ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ HIV പോലുള്ള രോഗങ്ങളുള്ള പേഷ്യൻസിനോട് ഒരു തരംതിരിവും കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇവർ HIV പേഷ്യൻസ് ആണ്, അവർ പിന്നെ ആവട്ടെ, അവർക്ക് വേറെ ഒരു അങ്ങനെയുള്ളതൊന്നും കാണിക്കാൻ പറ്റില്ല. മറ്റുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ അവർക്കും കൊടുക്കാം. അവരോട് വേറെ തരംതിരിവും ഒന്നും കാണിക്കാൻ പാടില്ല ട്രീറ്റ്മെന്റ് സമയത്ത് കേട്ടോ. ട്രീറ്റ്മെന്റ് സമയത്ത് to non-discrimination about the treatment and of behavior on the basis of disease like HIV. അല്ലെങ്കിൽ അവരോട് ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് 7th പോയിന്റ്, to try to find a redressal in redressal എന്ന് പറഞ്ഞാൽ പരിഹാരം. സ്റ്റക്ക് ഉണ്ടാവും.
ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് എന്താ? ടു ട്രൈ ടു ഫൈൻഡ് റിട്രസൽ. റിട്രസൽ എന്ന് പറഞ്ഞ പരിഹാരം. ഇൻ ദ കേസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് വെച്ചാൽ പരാതി. based on the service provided by the establishment. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ആ ഒരു സ്ഥാപനം ആ നടത്തി കൊടുക്കുന്ന ആ സർവീസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. To try to find a redressal in the case of grievance based on services provided by the establishment. ആ ഒരു സ്ഥാപനം തരുന്ന സർവീസുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? നോക്കിയേ, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ? ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് എന്താ? To try to find redressal in the case of grievance based on the service provided by the establishment. Establishment എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാപനം. ആ ഒരു സ്ഥാപനം, ഇപ്പൊ ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നൽകുന്ന സർവീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ആ പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. ഇപ്പൊ ഡയാലിസിസ് സെന്ററുമായിട്ട്, ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെന്ററുമായിട്ട് എന്തെങ്കിലും പേഷ്യൻസിന് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് പോയിന്റ് എന്താ? First, to provide ample information about nature, cause of illness, proposed investigation and care, expected result of treatment, likely complication. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റിന് ചെല്ലുകയാണെങ്കിൽ അപ്പൊ അവര് ആ ഇത് നോക്കി കഴിഞ്ഞിട്ട് ആ ഡിസീസ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, ആ ഇൽനെസിന്റെ കാരണം എന്താണ്, അത് നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, അതിന്റെ റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യണം? പേഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ ആ പേഷ്യൻസും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അവരുടെ കൂടെ വരുന്നവരുമായിട്ടും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അപ്പൊ പറയും ഇങ്ങനെ ട്രീറ്റ്മെന്റ് ആണ്, ഇതാണ് രോഗം, അല്ലെങ്കിൽ അതേ രോഗത്തിന് കാരണം ഇതാണ്, നമ്മള് ആ ട്രീറ്റ്മെന്റിന് ഇത്ര ഇതാകും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയാവാം, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞേക്കുന്നത് ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം ആൻ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് ദ റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ചികിത്സ നൽകുന്ന രേഖകളും വിവരങ്ങളും സഹിതം ഉചിതമായിട്ട് ആ പേഷ്യൻസിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ത് ചെയ്യാം? തേടാം എന്നുള്ളത്. ഇപ്പൊ പേഷ്യന്റിന് ഇഷ്ടം അനുസരിച്ച് തന്നെ ഇപ്പൊ നമ്മളൊരു ഡോക്ടറിനെ കണ്ടു, ഇപ്പൊ അവിടെ നമ്മൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോ അവിടെ തന്നെ നമുക്ക് ആ പേഷ്യന്റിന് ഇഷ്ടത്തോടു കൂടി തന്നെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ അപ്പൊ അവര് തന്നെ പറയാണ് ഇന്ന ഡോക്ടറെ കൂടി ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിന് നമുക്കൊന്ന് കാണിക്കാം എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ. അപ്പൊ ആ പേഷ്യന്റിന്റെ ഇഷ്ടാനുസരണം തന്നെ എന്ത് ചെയ്യാം? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. ഇതാണ് അതിനകത്ത് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഇതെല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്,
പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഹോസ്പിറ്റല് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഡയാലിസിസ് സെന്ററിൽ അവർ ഡയാലിസിസ് ചെയ്യുമ്പോഴൊക്കെ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ അത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് 5 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. പേഷ്യൻസ് എന്തൊക്കെ ചെയ്യണം? പ്രൊവൈഡ് ഇൻഫർമേഷൻ. അതാണ് ആദ്യം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പകുതി ഇത് പറയാതിരിക്കരുത്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് അതനുസരിച്ച് ഡോക്ടറിന് ഒക്കെ ആണെങ്കിലും എന്താണ് രോഗമെന്ന് ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ചിട്ടായിരിക്കും ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് വേണം എന്നൊക്കെ പറയണം. Next, associated with the doctor in the course of examination and treatment. ഡോക്ടറുമായിട്ട് സഹകരിക്കണം. നമ്മളെ എക്സാമിൻ ചെയ്യുന്ന സമയത്തും ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും ഡോക്ടറുമായിട്ട് സഹകരിക്കണം. അത് പേഷ്യന്റിന്റെ ഒരു ചുമതലയാണ്. അല്ലെങ്കിൽ ഡോക്ടർ നമ്മൾ ഇത് പറയുമ്പോൾ എക്സാമിനേഷൻ സമയത്തും പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഡോക്ടറുമായിട്ട് സഹകരിച്ചു പോകണം. ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യണം. ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന മരുന്നുകൾ കഴിക്കണം, ഇതേ രീതിയിൽ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് ചെയ്യാം? ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുക്കാതെ എന്ത് ചെയ്യണം? എക്സാമിനേഷൻ സമയത്തും ട്രീറ്റ്മെന്റിലും ഒക്കെ ഡോക്ടറുമായിട്ട് സഹകരിച്ച് പോകണം. ഡോക്ടർ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. എബൈഡ് എന്ന് വെച്ചാൽ പാലിക്കുക. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അത് എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കണം. നെക്സ്റ്റ് പോയിന്റ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമില് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ള ടൈമില് ഹോസ്പിറ്റൽ ഫീസ് പേ ചെയ്യണം. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. ഓരോ ഇതിനും നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എല്ലാത്തിന്റെ നമുക്ക് എഗ്രി ചെയ്തിട്ടുള്ള ഫീസ് എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് സമയത്ത് തന്നെ പേ ചെയ്യണം. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ തന്നെ ആ ഫീസുകളൊക്കെ പേ ചെയ്യണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ? റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെയും അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഒക്കെ അവർക്കിടെയൊക്കെ ഒരു മഹാമനസ്കൃതയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് നമ്മൾ ബഹുമാനിക്കുക അവരോട്. നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അവർക്കിടെ ഒരു മഹാമനസ്കൃതയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അവരോട് ഒരു നല്ലൊരു ബഹുമാനം കൊടുക്കുക. ഓക്കെ, നമ്മൾക്ക് അവർ തരുന്ന സർവീസിലും എല്ലാം ഇതുമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരോടൊരു റെസ്പെക്ട് കാണിക്കുക, ഒരു ബഹുമാനം കാണിക്കുക. ഓക്കെ, ഇത്രയും പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുക. ഡോക്ടറോട് എക്സാമിനേഷൻ സമയത്തും ട്രീറ്റ്മെന്റ് സമയത്തും ഡോക്ടറുമായിട്ട് സഹകരിക്കുക. ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കുക. ഹോസ്പിറ്റലിലെ ഫീസ് കറക്റ്റ് ടൈമിൽ തന്നെ പേ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സിനോടും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഒക്കെ മഹാമനസ്കൃതയെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. എല്ലാ പോയിന്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ. ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റിയിലെല്ലാം ഇങ്ങനെയാ ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. ഇതാണ് ജോബ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, make sure that the clinical team provide
the highest level of care to the patient by taking care of their safety, comfort, and well-being. First, the access coordinator job responsibility എന്താ? Make sure that the clinical team provide the highest level of care to the patients. അപ്പോ ആ ക്ലിനിക്കൽ ടീം ഈ നല്ല ഒരു പേഷ്യൻസിന് നല്ല കെയറിങ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഏതാണ് സേഫ്റ്റി, സുരക്ഷയ്ക്കും കംഫർട്ടിനും പിന്നെ സുഖത്തിനും ആൻഡ് വെൽബീങ്, ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നല്ലൊരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ഈ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന്റെ കെയർ, ശ്രദ്ധ, പരിചരണത്തിലും എല്ലാത്തിനും നല്ല രീതിയിൽ നല്ലൊരു ലെവൽ കെയർ കൊടുക്കുന്നുണ്ട് എന്ന് ക്ലിനിക്കൽ ടീംസുകള് കൊടുക്കുന്ന ക്ലിനിക്കൽ ടീംസുകള് പേഷ്യൻസിന് ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആർക്കുടെ ഉത്തരവാദിത്തം? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അവർ നല്ല രീതിയിൽ ചെയ്യുന്നില്ലേ, പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഇൻഫർമേഷനും അവർക്ക് കൊടുക്കുന്നില്ലേ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം നല്ലൊരു ലെവൽ കെയർ കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ. Second point, examining and solve problems that fall out of the domain of the nurse clinician concerning patient care and management and associated with the other departments and care providers. ഇവിടെ നോക്കിയേ, പേഷ്യന്റ് കെയർ, രോഗി പരിചരണം, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, നേഴ്സ്, ക്ലിനിഷ്യൻ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് അത് പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? പരിശോധിച്ച് അത് പരിഹരിക്കുകയും ചെയ്യുന്നു. എവിടെയാ? ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനിഷ്യൻ കൺസേണിങ് പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്. മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ, രോഗി പരിചരണ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അത് നേഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ടതോ ക്ലിനിഷ്യനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരുടെ പുറത്തൊക്കെ വരുന്ന പ്രശ്നങ്ങൾ അതെന്താണെന്ന് പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക. പിന്നെ അതുകൂടാതെ ഒരു പോയിന്റ് കൂടി ചേർത്തിട്ടുണ്ട്, ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിക്കുക, അസോസിയേറ്റ് ചെയ്യുക. അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഗ്യാദർ. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കൂട്ടിച്ചേർക്കുക. ഗ്യാദർ. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. ഗ്യാദർ, അസസ്, സ്ക്രീൻസ്. സ്ക്രീൻ എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സംരക്ഷണം നൽകുക എന്നുള്ളത്. കൂട്ടിച്ചേർക്കുക, വിലയിരുത്തുക, അതിനൊരു സംരക്ഷണം നൽകുക. Okay, and respond to a wide range of requests for the information from patient and other staff who represent different level of the organization. ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനം, ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും പറഞ്ഞേക്കുന്നത് ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ലെവൽസ്, പല വിവിധ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നുമുള്ള വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകൾ, അവർക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റുകൾ ശേഖരിക്കുക, അതിനെ അസസ് ചെയ്യുക, വിലയിരുത്തുക, അതിനോട് എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. സ്ക്രീൻസ് എന്ന് വെച്ചാൽ അതിനെ സ്ക്രീൻ ചെയ്യുക, അത് പരിശോധിക്കുക, അതുപോലെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന
പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നുമുള്ള വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകൾ ശേഖരിക്കുക, അത് വിലയിരുത്തുക, അതിനെ സ്ക്രീൻ ചെയ്യുക, അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ഫോർത്ത് പോയിന്റ്, help in the development and implementation of the discharge plan, including appropriate community services. ഉചിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സർവീസുകള്, സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകളുടെ വികസനത്തിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് സഹകരിക്കുക. ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക, വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻ ഇൻക്ലൂഡിങ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പൊ ചില കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇത്ര ഇതെന്നൊക്കെ ഉണ്ട്, നമ്മൾ ഡിസ്ചാർജിൽ വരുമ്പോ ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറവൊക്കെ മതിയാവും. അപ്പൊ അങ്ങനെ അത് അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ വികസിപ്പിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, assist with the insurance issue required to get outpatient dialysis service through communication with the facilities verification process. ഫെസിലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ, ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis service through communication with the facilities verification process. Facility verification processിലൂടെ, പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സ്. ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായ, to get outpatient dialysis service, outpatient dialysis service ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസ്, ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലിങ്ക് be in contact with a multidisciplinary healthcare team in a purposeful, goal-directed fashion. Work eagerly to maximize the effectiveness of resource utilization. ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി, ഒരു ഉദ്ദേശം, a purposeful, goal-directed fashion എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം. വർക്ക് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. വിഭവവിനിയോഗത്തിന്റെ എഫക്റ്റീവ്നെസ് അത് മാക്സിമം ആക്കാൻ വേണ്ടി താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുക. വർക്ക് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ എഫക്റ്റീവ്നെസ് അത് മാക്സിമം ആക്കാൻ വേണ്ടി അത് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക, പേഷ്യൻസിനെ ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കും ആ ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് അവരുടെ റൂമിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിങ്, ആ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക. Help in establishing transportation of the patient to or from dialysis facility. Dialysis facility-ലേക്കോ ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ചാക്കുന്ന റൂമിലേക്കോ ഉള്ള ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക.
നെക്സ്റ്റ് പോയിന്റ്, മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക, ആൻഡ് അപ്ഡേറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മോണിറ്റേഴ്സ്, റെക്കോർഡ്സ് ആക്കുക, ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, അന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ ബുക്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. Next point, second last point, prepare files, retrieves and keep records and documents from departmental file system. Departmental file ആണ് ട്ടോ, FILE, file system. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും അത് വീണ്ടെടുക്കുകയും റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് അത് സൂക്ഷിക്കുകയും ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകള് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ഫയൽസ്, ഫയലുകള് പ്രിപ്പയർ ചെയ്യുക. റിട്രീവ്സ് എന്ന് വെച്ചാൽ വീണ്ടെടുക്കുക, അത് വീണ്ടെടുക്കുക. അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യുക. Keep the records and documents from department file system. Next, last point, attends daily rounds. In the dialysis coordinator, the job responsibility at all. Attend daily rounds or meetings. Meeting attend to discuss schedule, patient requirements, and to continue improvement effort or reminder. എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിന് വേണ്ട ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സില് പങ്കെടുക്കുക. ഡെയിലി റൗണ്ട്സുകളിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുക ഡയാലിസിസ് കോർഡിനേറ്റർ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അവർക്കുള്ള ഷെഡ്യൂൾസ്, നമ്മുടെ മീറ്റിംഗ് ഇതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് മീറ്റിംഗ്സോ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തായാലും ഓരോ പോയിന്റ് ഫുള്ള് കാണാതെ പഠിക്കണ്ട. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. 25 ആണ് ചാപ്റ്റർ. അത് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കാം. 25 HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. 4th പോയിന്റ് ഓക്കെ പറയാലോ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം. ഇനി ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേഗം അങ്ങോട്ട് ഈ ചാപ്റ്റർ ഇന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് നിങ്ങൾക്ക് തന്നതില് 2-3 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. നോക്കിയേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് തരാം, ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടുപിടിച്ചോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വേഗം എഴുതി പോകാം കേട്ടോ. ഒരു 10 ക്വസ്റ്റ്യൻസ് എഴുതാം, നിങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും ചെയ്യാലോ. ഓക്കെ, അപ്പോ ഏതാണ് തേർഡ് പോയിന്റ് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഡയാലിസിസ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് HAI ആണ്. അപ്പൊ പ്രിന്റ് എടുത്ത് വെച്ചോട്ടോ. 25 ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. തേർഡ് പോയിന്റ് നോക്കി, ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക, അസസ് ചെയ്യാന്ന് വെച്ചാൽ അത് വിലയിരുത്തുക, സ്ക്രീൻ. എക്സാംസ് നിങ്ങൾക്ക് ഡേറ്റ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. എക്സാമിന്റെ എന്തായാലും നിങ്ങളുടെ തൊട്ട് മുന്നത്തെ ബാച്ചിന്റെ എക്സാം ഉണ്ട്, അവർക്കും ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. എന്നാണ് നിങ്ങൾ അടുത്തുണ്ടാവും. എന്നത്തേക്കാണ് ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ എക്സാം ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇനിയിപ്പോ നിങ്ങൾ നോക്കിയായിരുന്നോ ആ മൊഡ്യൂള് തിരിച്ചു തന്നത്?
ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ അത് രണ്ട് ആണ് ഫസ്റ്റ് നമുക്ക് തീർക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഇനിയുണ്ട് ചാപ്റ്റർ, 2-3 ചാപ്റ്റർ ഉണ്ട്. ഇനി ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഉണ്ട്, അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മോർച്ചറി സർവീസ് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്. പിന്നെ ഏത് ചാപ്റ്റർ ഉള്ളേ? ഇത് 3 ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അതുള്ളൂ അല്ലെ? 3 ചാപ്റ്റർ ഉണ്ട് അല്ലെ? ബാക്കി എല്ലാവർക്കും കംപ്ലീറ്റ് ആയി. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയല്ലോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്, ഇത്രയല്ലേ ഉള്ളൂ? യെസ്, ഓക്കെ. അപ്പൊ തേർഡ് പോയിന്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ തരാം കേട്ടോ. ഓക്കെ, നോക്കിയോ. ഗ്യാദർ, അസസ്, സ്ക്രീൻസ് ആൻഡ് റെസ്പോണ്ട് ടു a wide range of requests for information from patient and other staff who represent different levels of that organization. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം, അതിന്റെ പല തലങ്ങളിലെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും, റെപ്രസെന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്നും, പല തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്നും, സ്റ്റാഫുകളിൽ നിന്നുമുള്ള വിവരങ്ങൾക്കായിട്ടുള്ള റിക്വസ്റ്റുകൾ, അവർക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് കാര്യങ്ങൾ ഉണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുക, അത് ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുകയും അതിനെ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുകയും അത് സ്ക്രീൻ ചെയ്യുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക, പ്രതികരിക്കുകയും ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ അത് മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാ? ഒരു ഓർഗനൈസേഷന്റെ പല തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നുമുള്ള റിക്വസ്റ്റുകൾ അത് ഗ്യാദർ ചെയ്യുക, അസസ് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ അടുത്ത 4th പോയിന്റ് കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പിംഗ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ചാർജ് പ്ലാൻസുകളൊക്കെ നടപ്പിലാക്കാതെ ഡെവലപ്പ് ചെയ്യുക, അത് എന്തുകൂടി ഉൾപ്പെടുത്തിയിട്ടാ? അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസ്. അതായത് നമ്മുടെ ചില കമ്മ്യൂണിറ്റി കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ, അതില് ചിലപ്പോൾ എന്തെങ്കിലും പൈസയൊക്കെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതും കൂടി ആ കമ്മ്യൂണിറ്റി സർവീസ് സേവനങ്ങള് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഡിസ്ചാർജ് പ്ലാനുകള് ഡെവലപ്പ് ചെയ്യാനും അത് നടപ്പിലാക്കാനും സഹായിക്കുക. ഉചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് എന്നുള്ളത്. ഫുള്ള് പോയിന്റ്സ് കാണാതെ എഴുതാനുണ്ടാവില്ല, അതില് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഈ ഒരു പോയിന്റ്, ഒരു 2-3 പോയിന്റ് തന്നാൽ അത് ഇതില് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ അതിനകത്ത് അല്ലാത്തത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, അത്രമാത്രം. പോയിന്റ്സ് ഫുള്ള് കാണാതെ പഠിക്കണ്ട. എന്നാൽ ക്വസ്റ്റ്യൻസ് വേഗം എഴുതിക്കോട്ടോ. 5-10 ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തു കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. എഴുതിക്കോ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്, ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്, dash is a treatment that filters, filters, filters and purifies, filters and purifies the blood using a machine. Dash is a treatment that filters and purifies the blood using a machine. Okay, ഓപ്ഷൻസ് ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. ഫ്ലൂറോസ്കോപ്പി, ആൻജിയോഗ്രഫി, ഡയാലിസിസ്, എക്കോ കാർഡിയോഗ്രാം. ആൻസർ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
കംപ്ലീറ്റ് ആയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓർഗൻ purify the blood? Which organ purify the blood? Which organ purify the blood? Next question. Third question. Acute renal failure means. Acute renal failure means. Acute renal failure means. Next question, fourth question. What is the full form of AKI? What is the full form of AKI? What is the full form of AKI? Okay. Next question. Intravenous fluids given through the dash. Given through the dash. Next question. A doctor who is specialized in kidney problems. A doctor who is specialized in kidney problems. Next question. A surgical connection between an artery and a vein. A surgical connection between an artery and a vein. Okay. Next question. Which type of access used for short-term hemodialysis? Which type of access used for short-term hemodialysis? Okay, finish. Next question. People who receive AV graft will be ready in dash. People who
receive AV graft will be ready in dash. Next question. The lining of abdomen. എന്താണ് അതിന്റെ പേര് എഴുതാം കേട്ടോ. The lining of abdomen. The lining of abdomen. The lining of abdomen. Next, expand CAPD. Expand CAPD. CAPD. Next question. Dash is used mainly, MAINLY. Dash is used mainly in the intensive care unit, mainly in the ICU. Dash is mainly in the ICU for people with the severe kidney failure. അതായത് ഡയാലിസിസ് ആണെന്ന് എഴുതേണ്ടതാണ് കേട്ടോ. Dash is used mainly in the intensive care unit for people with the severe kidney failure. അതായത് ഡയാലിസിസ് ആണ് എന്ന് എഴുതണം. Next question. The clinical place in which treat the patients, with the renal failure. എത്ര ക്വസ്റ്റ്യൻ ആയി ഇപ്പോ? 13. ഏതാ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണോ? The clinical place in which treat the patients. Place ആണ് എഴുതണ്ടേ. The clinic ഏത് place ആണെന്ന് എഴുതാം. The clinical place in which treat the patient with the renal failure. ക്ലിനിക്കൽ പ്ലേസ് ഏതാ പ്ലേസിന് പറയുന്ന പേര് ഏതാന്ന് എഴുതണ്ടേ. The clinical place in which treat the patients with the renal failure. Okay. ഇത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് വേണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ HAI ആണ് എടുക്കുന്നത്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ചാപ്റ്റർ 25. അത് പ്രിന്റ് എടുക്കാം. ഓക്കെ. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾ പതുക്കെ ഒക്കെ ഒന്ന് പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. കുറച്ചായിട്ടൊക്കെ സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് വായിച്ചും ഒക്കെ തുടങ്ങിക്കോളാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഇത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് പറയൂ കേട്ടോ.
എങ്ങനെയൊക്കെയാണ് എക്സാം, എത്ര മാർക്കാണ് എക്സാം, അതൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ഇപ്പൊ എക്സാം അവിടെ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സ് തീരുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങള് എന്താ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങി. ഓക്കെ. Thank you, ma'am.